ഫിഗറിൽ ബി സി സിക്കൽ ടു എ, ബി സി എന്ന് പറയുന്ന ആളെ എ ആയിട്ട് എടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. റേഡിയസ് ഇത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ടി ഇസിക്കൽ ടു എ ബൈ സൈൻ എ ഇസിക്കൽ ടു 2r എന്ന് പ്രൂവ് ചെയ്യണം. ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച തിയറി തന്നെയാണിത്, പക്ഷെ ഒരു വേറെ രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, ബി എ ഡി സി എന്ന് പറയുന്ന ആർക്ക് നോക്കുക. ബി എ ഡി സിയുടെ ആർക്കിൽ ബിയിലും സിയിലും തുടങ്ങുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എ സി. സോ ആംഗിൾ ബി എ സി ദാറ്റ് ഇസ് ഈക്വൽ ടു, അതേപോലെ ബിയിലും സിയിലും തുടങ്ങുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി ഡി സി. അപ്പൊ അവർ രണ്ടുപേരും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? സെയിം ആർക്കിൽ വരുന്ന ആംഗിളുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ ഇസിക്കൽ ടു ആരാണെന്ന് പറയാം? ആംഗിൾ ഡി ആണെന്ന് പറയാം. ആംഗിൾ എ എന്ന് പറഞ്ഞാലും ആംഗിൾ ഡി എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഒരാൾ തന്നെയാണ്. ദെൻ കൺസിഡർ ട്രയാംഗിൾ ബി ഡി സി. ആരെ കൺസിഡർ ചെയ്യുക? ബി ഡി സിയെ കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ് ബി ഡി സിയെ കൺസിഡർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബി ഡി ഡയമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ബി ഡി ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് സെമി സർക്കിൾ ആകുകയും ഈ ആംഗിൾ എന്താകുകയും ചെയ്യും? 90 ആകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ട്രയാംഗിൾ കൺസിഡർ ചെയ്തു? ബി ഡി സി കൺസിഡർ ചെയ്തു. സോ ബി ഡി സി കൺസിഡർ ചെയ്തിട്ട് ഇവിടുത്തെ ആംഗിൾ ആണ് ആരെന്ന് പറയുന്ന? ഡി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആംഗിൾ ആണ് ആര്? ഡി എന്ന് പറയുന്നത്. ഇവന്റെ സൈൻ ഡി കണ്ടുപിടിക്കാം. സൈൻ ഡി, സൈൻ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആൾ ആരാ? ബി സി ഡിവൈഡ് ബൈ സൈൻ ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതെന്തായിരുന്നു? ബി സി. ഹൈപ്പോട്ടന്യൂസ് ആരാമാണ്? ബി ഡി. ഓക്കെ, സോ സൈൻ ഡി ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ ബി ഡി. സംശയമുള്ള ഒരു സൈൻ ഇക്വേഷൻ ചോദിച്ചോണം. സൈൻ എക്സിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇത് നമുക്ക് വാല്യൂ എടുക്കാം. സോ സൈൻ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്ന വാല്യൂ എന്താ? എ ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് പറയുന്ന ആള് ഈ ഡയമീറ്റർ അല്ലേ? റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്ന ആള് 6 ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്ന ആള് അതിന്റെ ഇരട്ടിയായ ആരായിരിക്കും? 2r ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബി ഡി ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് ബി ഡിക്ക് പകരം ആരെ കൊടുക്കാം? 2r കൊടുക്കാം. അപ്പം ബി ഡി ഈക്വൽ ടു ആരെന്ന് കിട്ടി? 2r എന്ന് കിട്ടി. ഇത് നമ്മൾ മേളിൽ പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ എയും ആംഗിൾ ഡിയും ഒരാൾ തന്നെയാണെങ്കിൽ സൈൻ എയും സൈൻ ഡിയും ആര് തന്നെയായിരിക്കും? ഒരാൾ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈൻ ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ എ എന്ന് എഴുതാം. സോ സൈൻ എ ഈസ് ഈക്വൽ ടു എ ബൈ ആരെന്ന് എഴുതി കൊടുക്കാം? 2r എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇവനെ ഇങ്ങോട്ട് വിടാം, ഇവനെ ഇങ്ങോട്ട് വിടാം. അപ്പൊ 2r ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആരെന്ന് കിട്ടും? സൈൻ എ എന്ന് കിട്ടും. ഈ സാധനമല്ലേ ക്വസ്റ്റ്യൻ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന. സോ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്, നോക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് 30 meter away from the foot of a vertical telephone tower. ഓക്കെ, ഒരു വെർട്ടിക്കൽ ടെലിഫോൺ ടവറിൽ നിന്നും എത്ര ദൂരമാണ്? 30 മീറ്റർ. 30 മീറ്റർ അകലെ, ഇവിടെ നിന്ന് 30 മീറ്റർ അകലെ അവൻ എന്ത് ചെയ്യുവാണ്? ഒരു ബോയ് നിൽപ്പുണ്ട്. സീസ് ദി ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree. ഇവിടെ നിന്നിട്ട് അവൻ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് കാണുന്ന? 30 ഡിഗ്രിയിലാണ് കാണുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ഒക്കെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേലോട്ട് നോക്കുന്നതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓൺ വാക്കിംഗ് ടുവേർഡ്സ് ടവർ, അവൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്ത്? ടവറിന്റെ അടുത്തോട്ട് നടന്നു. ടവറിന്റെ അടുത്തോട്ട് നടന്നപ്പോഴത്തേക്കും അവന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്ന ആള് 45 ഡിഗ്രി ആയി. പിന്നെ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്ന ആൾ ആരാണ്? 45 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിയേറ്ററിലെ കാര്യം ഓർത്താൽ മതി. നമ്മൾ തിയേറ്ററിൽ ഏറ്റവും ബാക്കിൽ ഇരുന്നാണ് സിനിമയാണ് നമ്മൾ ഇങ്ങനെ നേരെ ആയിരിക്കും ഇരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് പോകുന്തോറും നമ്മുടെ ആംഗിൾ എന്ത് ചെയ്യും? കൂടും. നമ്മളിങ്ങനെ മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഒരു വസ്തു ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തോട്ട് പോകുന്നതനുസരിച്ച് ആംഗിൾ എന്ത് ചെയ്യും? കൂടും. നമ്മൾ നോക്കുന്ന ഇങ്ങനെ മലന്ന് വരും. നമ്മൾ പുറകോട്ട് ഇറങ്ങുവാണെങ്കിൽ ആംഗിൾ എന്ത് ചെയ്യും? കുറഞ്ഞു നമ്മൾ നേരെയാവും. ജസ്റ്റ് തിയേറ്ററിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ഹൈറ്റ്, ഈ വെർട്ടിക്കൽ ടവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഇവൻ സഞ്ചരിച്ച ദൂരം എത്രയാണെന്നും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഈ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പേരെ കൊടുക്കാം. പിന്നെ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബോയ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന്റെ ഹൈറ്റ് പറയും. ഒരു 1.52, 1.2, 1.3 എന്നൊക്കെ പറയുവാണെങ്കിൽ, അങ്ങനെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോയിയുടെ ഹൈറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് വേണം പടം വരയ്ക്കാൻ. അപ്പോൾ പടം ഇങ്ങനെ വരും.
മനസ്സിലായി? നമ്മൾ താഴത്തെ എന്തും കൂടി കൺസിഡർ ചെയ്യും, ബോഡിയുടെ ഹൈറ്റ് കൂടി കൺസിഡർ ചെയ്യും. ബോയ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ള ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. പടം വരയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പടം വരച്ചാൽ പകുതി മാർക്ക് കിട്ടും. പടം വരച്ചാലെന്നല്ല, പടം ശരിയായിട്ട് വരച്ചാൽ മാർക്ക് കിട്ടും, വെറുതെ പടം വരച്ചാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യണം. ഇത് 30 ആണ്, ഇത് വെർട്ടിക്കൽ ടവർ ആയതുകൊണ്ട് തന്നെ 90 ആയിരിക്കും. അപ്പോൾ ഈ സാധനം എത്രയായിരിക്കും? 60 ആയിരിക്കും. സോ ദ റേഷ്യോ ഈസ് 30:60:90, 1:√3:2. ഓക്കെ, നോക്കിയേ, 60യുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് തന്നിരിക്കുന്നത്? 30 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആര് വരുന്നത്? 30 വരുന്നത്. ഇനി നോക്കിയേ, 1നെ √3 കൊണ്ട് ഗുണിച്ചപ്പോഴേ √3 കിട്ടിയത്. അങ്ങനെ തിരിച്ചെന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. സോ 30/√3. ഇതിന്റെ ഇരട്ടിയല്ലേ ഇവിടെ വരുന്ന? അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 2 × 30, 60/√3. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഓപ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി 30യുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾ എത്രയാ? 30/√3. ഓക്കെ, ഇനി 90യുടെ ഓപ്പോസിറ്റ് വരുന്ന, 90യുടെ ഓപ്പോസിറ്റ് ഈ ദൂരമാണ്. ഇതിന്റെ ആവശ്യം നമുക്കില്ല. AC എന്ന് പറയുന്ന ആൾ നോക്കാൻ പറഞ്ഞിട്ടില്ല, അവൻ നോക്കുന്ന ഒരു ലൈൻ ഓഫ് സൈറ്റ് ആണ്, അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് BC എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം, അതായത് ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്ന ആള് 30/√3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം, മേളിൽ എന്താണ് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താവും? 30√3/3 ആവും. വെട്ടിപ്പോകുമ്പോൾ ആര് വരും? 10√3 വരും. ഓക്കെ, സോ 10√3 എന്ന് പറഞ്ഞാലും 30/√3 എന്ന് പറഞ്ഞാലും ഒക്കെ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഹൈറ്റിന്റെ ടവർ കിട്ടും. ഇനി അടുത്തത് ഇവൻ സഞ്ചരിച്ച ദൂരം വേണം. അപ്പോൾ ഈ മൊത്തം ദൂരം എത്രയാണെന്ന് നമുക്കറിയാം, 30 ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ദൂരം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒരു പേര് കൊടുക്കാം, ABCD. സോ കൺസിഡർ ട്രയാങ്കിൾ BDC. BDC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ. സോ അതിൻ്റെ ഇത് 45 ആണ്, ഇത് 90 ആണെങ്കിൽ ഇത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 ആയിരിക്കും. ആർക്കെങ്കിലും ഇവിടെ നേരത്തെ 60 എഴുതി, ഇപ്പൊ എന്താ 45 സംശയം ഉണ്ടെങ്കിൽ നേരത്തെ മൊത്തം ആംഗിൾ ആണ് 60 എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എത്രയാ വന്നിരിക്കുന്നത്? 45 ആണ് വന്നിരിക്കുന്നത്. സോ ട്രയാങ്കിൾ റേഷ്യോ എങ്ങനെയാ? 45:90, 1:1:√2. ഓക്കെ, 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 30√3. 30√3 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10√3 എന്ന് എഴുതാം. ഓക്കെ, സോ 10√3 അതിന്റെ ഇരട്ടി 10√3 × √2. ഓക്കെ, അപ്പം അത് ഈ ദൂരമായി പോകും. 90യുടെ ഓപ്പോസിറ്റ് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, നമുക്ക് ഇത് തന്നെ മതി. സോ അപ്പോൾ അവൻ നടക്കുന്ന ഇത്രയും ദൂരം എന്ന് പറയുന്ന ആൾ എത്രയാണ്? 10√3 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് അവൻ എത്ര ദൂരമാണ് നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ, AD എന്ന് പറയുന്ന ദൂരമാണ് നടന്നിരിക്കുന്നത്. AD കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ABയിൽ നിന്നും ആരെ കുറച്ചാൽ മതി? DBയെ കുറച്ചാൽ പോരെ. AD നിന്ന് ആരെ കുറച്ചാൽ മതി? DBയെ കുറച്ചാൽ മതി. ഓക്കെ, സോ AD എന്ന് പറയുന്ന ആള് AD = ABയുടെ വാല്യൂ എത്രയാ? 30 - DBയുടെ വാല്യൂ എത്രയാണ്? 10√3. ഓക്കെ, that is equal to 30 - 10 × √3യുടെ വാല്യൂ എത്രയായിരുന്നു? 1.73. ഓക്കെ, സോ 30 - 10 × 1.73 എന്ന് പറഞ്ഞാൽ 17.3. സോ കുറയ്ക്കുമ്പോഴത്തേക്കും എത്ര കിട്ടും? 12.7 കിട്ടും. ഓക്കെ, സോ 12.7 മീറ്റർ ദൂരമാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? നടന്നിരിക്കുന്നത്. 12.7 മീറ്റർ ദൂരമാണ് അവൻ നടന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോക്കനട്ട് ട്രീ 12 meters ഹൈ, ഒരു 12 മീറ്റർ നീളമുള്ള ഒരു കോക്കനട്ട് ട്രീ, 12 മീറ്റർ നീളമുള്ള ഒരു കോക്കനട്ട് ട്രീ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 parts. അത് രണ്ടായിട്ട് ഒടിഞ്ഞു. ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ട്രീ ടച്ചസ് ദി ഗ്രൗണ്ട് ആൻഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് ദ ലെവൽ ഓഫ് ദി ഗ്രൗണ്ട്. ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് ഫൈൻഡ് ദി ഹൈറ്റ് ഫ്രം വിച്ച് ദ ട്രീ ഹാസ് ബ്രോക്കൺ. ഓക്കെ, അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ആ ട്രീ ഒടിഞ്ഞു വീണത്, ആ തെങ്ങ് ഒടിഞ്ഞു വീണതെന്ന് പറയണ്ടില്ല. ഇതായിരുന്നു മൊത്തം തെങ്ങെന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ മൊത്തം തെങ്ങ് എവിടെയോ വെച്ച് ഒടിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഒടിഞ്ഞെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ മൊത്തം ദൂരം എത്രയായിരുന്നു? 12. ഇവിടെ വെച്ച് ഇങ്ങനെ മൊത്തം നിന്ന് തെങ്ങ് ഒടിഞ്ഞ് എങ്ങോട്ട് വീണ്? ഇത് ഇങ്ങോട്ട് വീണു. അങ്ങനെ ഇങ്ങോട്ട് വീണപ്പോഴത്തേക്കും ഇവൻ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്ന ആൾ എത്രയാണ്? 30 degree. 30 degree ചരിവിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ തെങ്ങ് വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് മൊത്തം 12 ഉണ്ട്. ഇതിന് ഞാൻ x എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും? 12 - x ആയിരിക്കും. അപ്പോൾ ഇത് x, ഇത് 12 - x. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര ദൂരം വെച്ച് ഒടിഞ്ഞെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു ട്രയാങ്കിൾ ആയല്ലോ അല്ലേ? സോ കാരണം തെങ്ങിൻ്റെ ചുവട് 90 ആണെന്ന് വിചാരിക്കുക. ABC ട്രയാങ്കിൾ പേര് കൊടുത്തു, ABC കൊടുത്തു. സോ ട്രയാങ്കിൾ ABC.
അപ്പൊ എന്തായിരുന്നു സൈൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, കാരണം എന്താ ആംഗിൾ ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നമുക്ക് ആരെ എടുക്കാം, സൈൻ എടുക്കാം. ഓക്കെ, സോ സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ സൈൻ ഇക്വേഷൻ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആൾ എത്രയാണെന്ന് നോക്കിയേ, എ ബി ആണ്. എ ബിയുടെ വാല്യൂ എന്താ, എക്സ്. വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കാം, എ ബി ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ, എ ബിയുടെ വാല്യൂ എക്സ് ആണ്, ബി സിയുടെ വാല്യൂ എന്താ, ഹൈപ്പോട്ടന്യൂസ് 12 മൈനസ് എക്സ് ആണ്. ഇനി സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? സൈൻ 30യുടെ വാല്യൂ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കരുത്, നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാർട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. സോ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സോ 1/2 ഇസ് ഈക്വൽ ടു എത്രയെന്ന് പറയാം, എക്സ് ബൈ 12 മൈനസ് എക്സ്. ഓക്കെ, ഇനി ക്രോസ് ചെയ്യാം, ഇവനെ ഇങ്ങോട്ട് ഇവനെ ഇങ്ങോട്ട്. 12 മൈനസ് എക്സിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ആര് തന്നെയാണ്, 12 മൈനസ് എക്സ് തന്നെയാണ്. 2 ഇൻറ്റു എക്സ് ആരാണ്, 2x ആണ്. ഓക്കെ, ഇനി എക്സുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. ഈ മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, പ്ലസ് എക്സ് ആവും. സോ 12 is equal to 2x പ്ലസ് എക്സ്. ഓക്കെ, സോ 12 is equal to 2x എക്സ് കൂട്ടി എന്ത് കിട്ടും, 3x കിട്ടും. അങ്ങനെയാണെങ്കിൽ x is equal to എത്ര പറയാം, 12 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, വെട്ടി പോകുമ്പോൾ x is equal to എത്രയെന്ന് കിട്ടും, 4 എന്ന് കിട്ടും. അതായത് ആ തെങ്ങ് ഒടിഞ്ഞു വീണത് എവിടെ വെച്ചിട്ടാണ്, 4 മീറ്റർ ദൂരം വെച്ചിട്ടാണ് ആ തെങ്ങ് എന്ത് ചെയ്തത്, ഒടിഞ്ഞു വീണത്. സോ അപ്പൊ ഇത് 4, 12 മൈനസ് 4 ഇത് എത്രയായിരിക്കും, 8 ആയിരിക്കും. അപ്പൊ ഇന്ന് ചെയ്യിപ്പിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം.